റോഷി നമുക്കൊപ്പം ചേരുന്നുള്ളൂ തിരുവനന്തപുരത്ത് നിന്നും. റോഷിപ്പാൽ, ഗുഡ് മോർണിംഗ് റോഷി. ഡൽഹിയിലെ ശ്വാസമുട്ടൊന്നും നമുക്കില്ല, പക്ഷേ ഇവിടെ വേറെ തരത്തിലുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് SIR-മായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റ് UDF LDF ഘടകകക്ഷികളും ഒറ്റ അഭിപ്രായമായിരുന്നു, അത് അപ്രായോഗികമാണ് ഈ കുറഞ്ഞ സമയത്തുള്ളിൽ നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇലക്ടറൽ ഓഫീസർ ഇത് അപ്രായോഗികമാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ എന്താണ് രത്തൻ ഖേൽക്കർ പറയുന്നത്? കേരളം സജ്ജമാണെന്നാണോ? അങ്ങനെ വന്നാൽ പട്ടികയിൽ ഇടം പിടിക്കുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? റോഷി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പട്ടികയിൽ കേരളവും ഇടം പിടിച്ചേക്കുമെന്ന ഒരു വിലയിരുത്തൽ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് ദില്ലിയിൽ ഇത് സംബന്ധിച്ച് യോഗം ചേർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഖേൽക്കറും അഡീഷണൽ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ഷർമിള ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്താണ്. അവർ തിരിച്ചു വന്നു. ഇവിടെയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ അത് അന്തിമഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടിക താരതമ്യം ചെയ്ത് എത്ര പേർക്ക് ഈ രേഖകൾ ഉൾപ്പെടെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടി വരുമെന്ന കണക്കെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നോ നാളെയോ അത് പൂർത്തിയാകും. ഇന്ന് SIR പ്രഖ്യാപിച്ചാൽ ആ പട്ടികയിൽ കേരളമുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള തീരുമാനമാണ്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കും. അതിന് പിന്നാലെ അവർക്കുള്ള ശില്പശാലയുണ്ട്, മാധ്യമപ്രവർത്തകർക്കും ഈ ശില്പശാലയുണ്ട്. അങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ഈ തവണ ലളിതമായിരിക്കും, ബീഹാർ പോലെ ആയിരിക്കില്ല. കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ ലളിതമായിരിക്കും നടപടിക്രമങ്ങൾ എന്ന പ്രതീക്ഷയും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസം, തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളെ ഒഴിവാക്കുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഈ SIR വന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാത്തിരുന്ന് കാണാം. 5 മണി വരെ മാത്രമേ ആ പൊളിറ്റിക്കൽ സസ്പെൻസ് ഉള്ളൂ. SIR ഉണ്ടാകുമോ, കേരളത്തിൽ നടക്കുമോ ഇല്ലയോ? നടക്കും, പക്ഷേ അതിപ്പോൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് 5 മണിക്ക് പ്രേക്ഷകരെ അറിയിക്കാം.